നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. നല്ല ജോലി തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനും സാധിക്കും. IT മേഖലയിലും ബിസിനസ് രംഗത്തുമൊക്കെ വിവിധ ദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഗുണങ്ങളുണ്ടാകും. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം. സാമ്പത്തിക വരുമാന വർധനവുണ്ടായേക്കാം. ഒരുപാട് പുരോഗതി കിട്ടാൻ സാധ്യതയുണ്ട്. ജീവിത സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാം. ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന നല്ല വാസസ്ഥാനം ലഭിക്കുന്നതിനും ഇടയുണ്ട്. കച്ചവടക്കാർക്ക് വളരെ പുരോഗതി ഉണ്ടാകും. വലിയ സാമ്പത്തിക ലാഭം കൈവരിക്കാം. സാമ്പത്തിക നേട്ടങ്ങൾക്കിടയുണ്ട്. ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. തികച്ചും നൂതന സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരവും ഉണ്ടാകും. നിങ്ങൾ ഇതിനു മുമ്പ് പരിശ്രമിച്ചിട്ടില്ലാത്ത മേഖലയിൽ ബിസിനസ് സംരംഭങ്ങൾ ചെയ്യുന്നതിലൂടെ വരുമാനം കൂടുതൽ വർദ്ധിക്കുകയും നിങ്ങളുടെ കച്ചവട അടിത്തറ കൂടുതൽ വ്യാപിക്കുകയും ചെയ്യും. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അവനവൻ്റെ കർമ്മരംഗം ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ തന്നെ തീവ്ര പരിശ്രമം വേണ്ടിവരും. ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായാലും വീട് പണി നടത്തുമ്പോഴായാലും വസ്തുവാഹനങ്ങൾ വാങ്ങുമ്പോഴായാലും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോഴെല്ലാം സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. അല്ലാത്ത പക്ഷം ഗുണമുണ്ടായെന്ന് വരില്ല. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വായ്പകളും മറ്റും ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണം. ലോണുകളും മറ്റും ബുദ്ധിമുട്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കടകൾ, ഷോപ്പുകൾ നടത്തുന്നവർ പ്രത്യേകം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യണം. ചെറിയ ചെറിയ അശ്രദ്ധ പോലും പല ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കുന്ന കാലഘട്ടമാണ്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹ കാര്യത്തിൽ ഒരു പരിണാമം വൈകാതെ സംഭവിക്കും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് സഫലമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രണയ സാഫല്യം ഉണ്ടാകാവുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാവുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. വാഹന ഉപയോഗം ശ്രദ്ധിച്ച് വേണം. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാ വിജയവും കാണുന്നു.